പി.വി. അൻവർ സമ്മാനിച്ച ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ യു.ഡി.എഫിന് നേടാനായി. ഉപകാരസ്മരണയായി അൻവറിനെ യു.ഡി.എഫ് കൂടെ കൂട്ടുമോ? വി.ഡി. സതീശന്റെ പിടിവാശി പൊളിക്കാൻ നേതാക്കൾ ആഗ്രഹിക്കുന്നതിൻ്റെ സൂചനയാണോ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഇന്ന് കണ്ടത്? എൽ.ഡി.എഫ് സർക്കാരിനെതിരെ പൊതുവിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാൻ പാകത്തിനുള്ള വിജയം നേടാനാവാതെ പോയത് യു.ഡി.എഫ് വാദങ്ങളെ ദുർബലമാക്കി. അൻവർ ഒപ്പമില്ലാത്ത കാലത്ത് എൽ.ഡി.എഫ് ആ മണ്ഡലത്തിൽ നേടിയതിലും അധികം വോട്ട് എം സ്വരാജിലൂടെ ഇത്തവണ നേടാനായി. എൽ.ഡി.എഫിൻ്റെ രാഷ്ട്രീയ അടിത്തറയിൽ തൊടാൻ കഴിഞ്ഞിട്ടില്ല. രാഹുലിനും പ്രിയങ്കയ്ക്കും കിട്ടിയ ഭൂരിപക്ഷം വേണമെന്ന് പറയുന്നില്ല. പക്ഷേ സർക്കാരിനെതിരായ വിധിയെഴുത്താവണമെങ്കിൽ മിനിമം 30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമെങ്കിലും നേടാനാവണമായിരുന്നു. ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അൻവർ പിടിച്ച വോട്ട് യു.ഡി.എഫിന് പോകേണ്ടതാണ്, അൻവറിന് കിട്ടാതെ വരേണ്ടതുമാണ്. അതുണ്ടായില്ല. 9 വർഷക്കാലം എം.എൽ.എ ആയിരുന്ന ഒരാൾ സ്വതന്ത്ര വേഷം കെട്ടി വീണ്ടും വരുമ്പോൾ കിട്ടുന്ന ഒറ്റത്തവണ ചായ്വാണ് അൻവറിൻ്റെ 19,760. അതുകൊണ്ടാണ് ആ രാഷ്ട്രീയ ചോദ്യം ശക്തമാകുന്നത്. പി.സി. ജോർജിനെ വേണ്ട എന്ന് പറഞ്ഞ പോലെ അൻവറിനെയും വേണ്ട എന്ന് പറയാൻ വി.ഡി. സതീശന് ഇനിയും കഴിയുമോ?